നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ബിഗ് ബുൾ എന്നറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻവാലയുടെ നിക്ഷേപങ്ങളും തന്ത്രങ്ങളും എന്നും നിക്ഷേപകർക്കൊരു പാഠപുസ്തകമാണ്. സാധാരണക്കാരായ നിക്ഷേപകർ ഒരു ഓഹരി 20% ഇടിയുമ്പോൾ തന്നെ പരിഭ്രാന്തരായി വിറ്റൊഴിയാറുണ്ട്. എന്നാൽ ഇദ്ദേഹം തങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഓഹരികൾ 55%-ലധികം തകർന്നിട്ടും അത് വിൽക്കാൻ കൂട്ടാക്കുന്നില്ല. കോൺകോർഡ് ബയോടെക് എന്ന കമ്പനിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. 1984 പ്രവർത്തനം ആരംഭിച്ച കോൺകോർഡ് ബയോടെക് ലിമിറ്റഡ് ഗവേഷണത്തിന് മുൻഗണന നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖ ബയോഫാർമ കമ്പനിയാണ്. ഇമ്മ്യൂണോ സപ്രസൻസ്, ഓങ്കോളജി വിഭാഗങ്ങളിലെ മരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫെർമെന്റേഷൻ അധിഷ്ഠിത APIകൾ നിർമ്മിക്കുന്നതിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഭ്യന്തര വിപണിയിലേക്കും അന്താരാഷ്ട്ര വിപണിയിലേക്കും ആവശ്യമായ സങ്കീർണ APIകളും മരുന്നുകളും ഇവർ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. 2026 ഫെബ്രുവരി 25 കണക്കനുസരിച്ച് ഏകദേശം 11,870 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം. രാകേഷ് ജുൻജുൻവാലയുടെ എസ്റ്റേറ്റ് 2023 സെപ്റ്റംബർ പാദത്തിലാണ് ഈ കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നത്. 2025 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ 24% ഓഹരി പങ്കാളിത്തം ഇവർക്കുണ്ട്. ഇതിന്റെ ഇന്നത്തെ മൂല്യം ഏകദേശം 2,854 കോടി രൂപയാണ്. ജുൻജുൻവാലയുടെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും വലിയ 4ാമത്തെ നിക്ഷേപമാണിത്. 2023 ഓഗസ്റ്റിൽ ഏകദേശം 940 രൂപ നിരക്കിലാണ് കോൺകോർഡ് ബയോടെക് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തത്. ഒരു വർഷത്തിന് ശേഷം, അതായത് 2024 സെപ്റ്റംബറിൽ ഓഹരി വില അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായ 2,664 രൂപയിലെത്തി. എന്നാൽ അതിനുശേഷം വലിയ കറക്ഷൻ ഉണ്ടാവുകയും വില 55%-ലധികം ഇടിയുകയും ചെയ്തു. ഇന്ന് വിപണിയിൽ 1,250 രൂപയ്ക്ക് മുകളിലായാണ് ഓഹരി തുടർന്നത്. എങ്കിലും ജുൻജുൻവാല എസ്റ്റേറ്റ് ഇതിലെ തങ്ങളുടെ 24% ഓഹരി പങ്കാളിത്തം ഇപ്പോഴും നിലനിർത്തുന്നു. കമ്പനിയുടെ ഭാവിയിലുള്ള ഉറച്ച വിശ്വാസമാണ് ഇതിനു പിന്നിൽ. ഈ ഓഹരി വിലയിലെ കുത്തനെയുള്ള ഇടിവിന്റെ കാരണം കണ്ടെത്താൻ കമ്പനിയുടെ സാമ്പത്തിക കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. 2020 സാമ്പത്തിക വർഷത്തിൽ 512 കോടി രൂപയായിരുന്ന കമ്പനിയുടെ വിൽപ്പന 2025 1,200 കോടി രൂപ ഉയർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 19% വാർഷിക വളർച്ച. എന്നാൽ 2026 സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ വിൽപ്പന 729 കോടി രൂപ കുറഞ്ഞതായി കാണാം. മുൻ വർഷം ഇതേ കാലയളവിൽ 770 കോടി രൂപയായിരുന്നു വിൽപ്പന. കമ്പനിയുടെ പ്രവർത്തന ലാഭം അഥവാ EBITDA 2020 205 കോടി രൂപയിൽ നിന്ന് 2025 506 കോടി രൂപ വർദ്ധിച്ചിരുന്നു. ഇവിടെ 20% വാർഷിക വളർച്ച കൈവരിച്ചു. എന്നാൽ 2026 സാമ്പത്തിക വർഷത്തെ ആദ്യ 3 പാദങ്ങളിൽ ഇത് 247 കോടി രൂപയായി ഇടിഞ്ഞു. മുൻ വർഷം ഇതേ കാലയളവിൽ ഇത് 313 കോടി രൂപയായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അറ്റാദായത്തിന്റെ കാര്യത്തിലും സമാനമായ മാറ്റങ്ങളാണുള്ളത്. 2020 169 കോടി രൂപയായിരുന്ന ലാഭം 19% വളർച്ചയോടെ 2025 372 കോടി രൂപയിലെത്തി. എന്നാൽ 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ ലാഭം 171 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 232 കോടി രൂപയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 5 വർഷം മികച്ച വളർച്ചാ നിരക്ക് കാണിച്ച കമ്പനിക്ക് 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിൽപ്പനയിലും ലാഭത്തിലും ഉണ്ടായ കുറവാണ് ഓഹരി വിലയിലെ ഇടിവിനുള്ള പ്രധാന കാരണം. ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനെ ബാധിച്ചിട്ടുണ്ട്. വാൽത്തറ എന്ന പുതിയ ഇൻജക്റ്റബിൾ സൗകര്യത്തിന്റെ പ്രവർത്തനം തുടങ്ങിയതും അമേരിക്കയിൽ സ്റ്റെലോൺ ബയോടെക് എന്ന സബ്സിഡിയറി കമ്പനി ആരംഭിച്ചതും വലിയ ചിലവുകൾക്ക് കാരണമായി. ഈ പുതിയ യൂണിറ്റുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവയുടെ പ്രാരംഭ ചെലവുകൾ കമ്പനിയുടെ ലാഭത്തെ ബാധിച്ചു. ഇത് കമ്പനിയുടെ ലാഭവിഹിതത്തിൽ കുറവുണ്ടാക്കി. നിലവിൽ 37 ടൈംസ് PE നിരക്കിലാണ് ഈ ഓഹരി വ്യാപാരം നടത്തുന്നത്. എന്നാൽ ഈ മേഖലയിലെ മറ്റ് കമ്പനികളുടെ ശരാശരി PE അഥവാ ഇൻഡസ്ട്രി മീഡിയൻ 28 ടൈംസ് മാത്രമാണ്. അതായത് ഈ തകർച്ചയ്ക്ക് ശേഷവും ഓഹരി വില മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണെന്ന് പറയാം. തിരിച്ചടികൾക്കിടയിലും ജുൻജുൻവാല കുടുംബത്തെ ഈ ഓഹരിയിൽ ആകർഷിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് മൂലധന കാര്യക്ഷമത തന്നെയാണ്. കമ്പനിയുടെ മൂലധന വിനിയോഗം വളരെ മികച്ചതാണ്. കോൺകോർഡ് ബയോടെക്കിന്റെ നിലവിലെ ROCE 28%. അതേസമയം ഈ മേഖലയിലെ മറ്റ് കമ്പനികളുടെ ശരാശരി ROCE വെറും 15%. ലളിതമായി പറഞ്ഞാൽ ബിസിനസ്സിൽ മുടക്കുന്ന ഓരോ 100 രൂപയ്ക്കും ഈ കമ്പനി 28 രൂപ ലാഭമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതേ മേഖലയിലെ മറ്റ് കമ്പനികൾക്ക് ശരാശരി 15 രൂപ മാത്രമേ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. കമ്പനിയുടെ ഈ ഉയർന്ന കാര്യക്ഷമതയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വളർച്ചാ സാധ്യതയുമാണ് വൻകിട നിക്ഷേപകരെ ഇതിൽ നിലനിർത്തുന്നത്. കൂടാതെ കോൺകോർഡ് ബയോടെക് എന്നത് കടബാധ്യതകളില്ലാത്ത അഥവാ വെർച്വലി ഡെപ്റ്റ് ഫ്രീ ആയ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തുക പലിശയായി നൽകേണ്ടി വരുമെന്ന പേടി കമ്പനിക്കില്ല.
ബിസിനസ് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ ഡിവിഡൻഡായി ലാഭം നിക്ഷേപകർക്ക് നൽകാനോ ഈ തുക അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാം. നിലവിൽ കമ്പനി അത് കൃത്യമായി ചെയ്യുന്നുമുണ്ട്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് yield 0.95%. ഇതേ മേഖലയിലെ മറ്റ് കമ്പനികളുടെ ശരാശരി വെറും 0.11% മാത്രമാണെന്ന് ഓർക്കുമ്പോഴാണ് കോൺകോർഡ് നൽകുന്ന ഈ ലാഭവിഹിതത്തിന്റെ മൂല്യം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ 8 ഇരട്ടിയിലധികം ഡിവിഡൻഡ് ഈ കമ്പനി നൽകുന്നുണ്ട്. വിപണിയിലെ താൽക്കാലികമായ തിരിച്ചടികളല്ല, മറിച്ച് കമ്പനികളുടെ അടിസ്ഥാനപരമായ മൂല്യത്തിലാണ് വൻകിട നിക്ഷേപകർ വിശ്വസിക്കുന്നത്. വലിയ തകർച്ചയ്ക്കിടയിലും നിക്ഷേപകർക്ക് എങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. എന്നാൽ ഓർക്കുക, ഇവർക്ക് ഇത്തരം റിസ്കുകൾ നേരിടാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. സാധാരണ നിക്ഷേപകർ ഇത്തരം ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ കൃത്യമായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്.